നമ്മളായിരിക്കുന്ന നമ്മുടെ സ്ഥലങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുത്തോട് കൂടെ ആയിരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവത്തെ സ്തുതിച്ച് പാടുമ്പോൾ, അവിടുത്തെ സ്വർഗത്തോടു കൂടി ഒന്നു ചേരുമ്പോൾ സ്വർഗീയമായ മാലാഖമാരുടെ സാന്നിധ്യം നമ്മുടെ ഭവനങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു. 2 3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു ചേരുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ കർത്താവ് ഇപ്പോൾ അവിടുത്തെ തിരുസന്നിധിയിൽ അവിടുത്തെ നാമത്തിൽ അവിടുത്തെ സ്തുതിച്ച് ആരാധിക്കുവാനായിട്ട് നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ ഒന്നു ചേർന്നിരിക്കുമ്പോൾ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഭവനങ്ങൾ നിറയപ്പെടുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ ഭവനവും നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങൾ മുഴുവനും സ്വർഗീയമായ സാന്നിധ്യം കൊണ്ട് നിറയുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷയിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ വലിയൊരു കാത്തിരിപ്പിന്റെ കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരുക്കത്തിന്റെ ഒരു സമയത്ത് കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ണീശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട്, ഉണ്ണീശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട്, ഉണ്ണീശോയെ നമ്മുടെ രക്ഷകനായി നമ്മുടെ ഭവനത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുമ്പോഴും രക്ഷകന് വേണ്ടി കാത്തിരുന്ന ഒരു യഹൂദ ജനത്തെ നമ്മൾ കാണുന്നുണ്ട്. ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ആദ്യമേ നമ്മുടെ ചിന്തയിലേക്ക് വരുന്നത് സക്രിയായും എലിസബത്തുമാണ്. അവരുടെ കുടുംബത്തിന്റെ ആഗ്രഹം, അവരുടെ ജീവിതത്തിന്റെ ആഗ്രഹം, അവർ ദിവസനിധിയിൽ നിരന്തരം പ്രാർത്ഥിച്ച് ദൈവിക ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുകയായിരുന്നു. പ്രാർത്ഥിച്ച് തളർന്നിരുന്ന മനുഷ്യരായിരിക്കാം അവര്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയും ഈ നിമിഷം ഈ സ്തുതി ആരാധനയുടെ സമയത്ത് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രക്ഷകനെ സ്വീകരിക്കുവാനായി യഹൂദജനം തങ്ങളെ തന്നെ ഒരുക്കി പ്രാർത്ഥിച്ച് കാത്തിരുന്നത് പോലെ ഈ നിമിഷങ്ങളിൽ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട്, ഉണ്ണീശോ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ജീവിതത്തിൽ വന്നു പിറക്കുവാനായിട്ട് നമുക്കും നമ്മളെ തന്നെ ഒരുക്കാം. നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഉണ്ണീശോ വന്ന് പിറക്കുവാനായിട്ടുള്ള ആഗ്രഹത്തോടു കൂടി നമുക്കായിരിക്കാം. എന്റെ ഭവനത്തിന്റെ രക്ഷകനായി ക്രിസ്തു വന്ന് പിറക്കുവാനായിട്ട്, എന്റെ ജീവിതത്തിന്റെ ഇടപാടുകളിൽ, എന്റെ പ്രവർത്തന മേഖലകളിലെല്ലാം ക്രിസ്തുവിന്റെ സാന്നിധ്യം കൊണ്ട് എനിക്ക് നിറയുവാനായിട്ടുള്ള ആഗ്രഹത്തോടു കൂടി കർത്താവേ, ഞാനിതാ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. നിന്റെ തിരുമുമ്പിലേക്ക് കടന്നു വരുവാനായിട്ട്, നിന്റെ സാന്നിധ്യം കൊണ്ട് നിറയുവാനായിട്ട് ഈശോയെ ഞാൻ എന്നെ തന്നെ ഒരുക്കുകയാണ്. കർത്താവേ, നിന്നെ സ്വീകരിക്കുവാനായിട്ട്, നിന്നെ സ്വീകരിക്കുവാനായിട്ട് കർത്താവേ, എന്നിലുള്ള എല്ലാ തടസ്സങ്ങളെയും തിരുമുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് മാനുഷികമായ എന്റെ ബലഹീനതകൾ കർത്താവേ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവേ, നീ വന്ന് പിറക്കണമേ, എന്റെ ജീവിതത്തിലേക്ക് വന്ന് പിറക്കണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവമേ, വിശുദ്ധിയുള്ള ജീവിതം കൊണ്ട് കർത്താവേ നിന്നെ തൃപ്തിപ്പെടുത്തുവാനായിട്ട്, വിശുദ്ധിയുള്ള ജീവിതത്തെ മുൻപിൽ സമർപ്പിക്കുവാനായിട്ട് ഈശോയെ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ ബലഹീനതകളെ കർത്താവേ നീ കാണണമേ. കർത്താവേ, എന്റെ ബലഹീനതകളെ കർത്താവേ നീ കാണണമേ. ഈശോയെ, നീ അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് കർത്താവേ നീ വന്ന് പിറക്കുന്ന ഒരു ജീവിതമായിട്ട് മാറുവാനായിട്ട് എന്റെ ജീവിതത്തെ ഈ നിമിഷങ്ങളിൽ ഞാൻ സമർപ്പിക്കുകയാണ്. അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ആത്മാവിനെയും മനസ്സിനെയും എന്റെ ശരീരത്തെയും കർത്താവേ ഞാൻ വിട്ടുതരുന്ന ദൈവമേ, നീ എന്നിൽ വന്ന് പിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പരിപൂർണമായിട്ട് ദൈവസന്നിധിയിലേക്ക് നമ്മായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും വിട്ടുകൊടുത്തുകൊണ്ട് ഈ നിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് ക്രിസ്തു വന്ന് പിറക്കുവാനായിട്ടുള്ള ആഗ്രഹത്തോടു കൂടി നമുക്ക് കരങ്ങളെ ദൈവസന്നിധിയിലേക്ക് വിട്ടുകൊടുക്കാം. നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കാം നമുക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ നന്ദി. ദൈവമേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന. ജീവിതത്തെയും മനസ്സിനെയും ശരീരത്തെയും നന്ദി പറഞ്ഞു സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി.
സാഹചര്യങ്ങളിലേക്ക് ജീവിതത്തെ ഒരുക്കുവാനായിട്ട്, എന്റെ ഭവനത്തെ ഒരുക്കുവാനായിട്ട്, സാഹചര്യങ്ങളെ ഒരുക്കുവാനായിട്ട് അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനിതാ എന്നെ തന്നെ പരിപൂർണ്ണമായിട്ട് വിട്ടുതരുന്നു. എന്നെ വന്ന് പിറക്കണമേ. ഗ്ലോറി 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 ഗ്ലോറി. ആമേൻ. ഈശോയെ, we praise you, Jesus. ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, തിരുമുൻപിൽ നിന്നിടുവാൻ, തിരുമുഖം പ്രസാദിക്കുവാൻ, തിരുമുൻപിൽ നിന്നിടുവാൻ, തിരുമുഖം പ്രസാദിക്കുവാൻ, കൃപാസനത്തിൽ ഓടിയണഞ്ഞിടും നീ, പുൽക്കൂടിലിൽ ഞാൻ മറഞ്ഞിടും നീ, കൃപാസനത്തിൽ ഓടിയണഞ്ഞിടും നീ, പുൽക്കൂടിലിൽ ഞാൻ മറഞ്ഞിടും നീ, ദേഹം ദേഹി ആത്മാവി പരിപൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് സൗരഭ്യമായി തീർത്തിടണേ, ദേഹം ദേഹി ആത്മാവിനെ, ശരീരത്തെ മനസ്സിനെ വിട്ടുകൊടുക്കാം. സൗരഭ്യമായി തീർത്തിടണേ, ദേഹം ദേഹി ആത്മാവിനെ, സൗരഭ്യമായി തീർത്തിടണേ, ദേഹം ദേഹി ആത്മാവിനെ, സൗരഭ്യമായി തീർത്തിടണേ. യേശുവേ, നന്ദി പറയുന്ന ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ജീവനുള്ള ആരാധനയായി ആരാധന. ശരീരത്തെ മനസ്സിനെയും സമർപ്പിക്കുന്നു. സൗരഭ്യമായി തീർത്തിടണേ, ദേഹം ദേഹി ആത്മാവിനെ, സൗരഭ്യമായി തീർത്തിടണേ. നമ്മളെ തന്നെ പരിപൂർണമായിട്ടും ഈശോയെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തെയും ആയിരിക്കുന്ന സാഹചര്യങ്ങളെ മുഴുവനും ക്രിസ്തു വന്ന് പിറക്കുവാനുള്ള ആഗ്രഹത്തോടുകൂടി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തെ നമ്മൾ ഇപ്രകാരം കാണുന്നു. സ്വർഗത്തിന്റെ ദർശനം ലഭിച്ച യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുന്നു, എനിക്ക് നാശം, ഞാനിതാ നശിക്കുവാൻ പോകുന്നു. ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. യെശയ്യാ പ്രവാചകനെ പോലെ നമുക്കും നമ്മളായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ മുഴുവൻ പുൽക്കൂട്ടിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, നമ്മളെ ബലഹീനമായ അവസ്ഥകളെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട്, ഈശോയെ, നീ വന്ന് പിറക്കുവാനായിട്ട് കർത്താവേ, എന്റെ ജീവിതത്തിൽ കർത്താവേ, അതിന് മാത്രം ഞാൻ ഒരുങ്ങിയിട്ടില്ല കർത്താവേ, എങ്കിലും ഞാൻ ആഗ്രഹിക്കുകയാണ്.
നീ എന്നിൽ വന്ന് പിറക്കുവാനായിട്ട് ഈശോയെ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈശോയെ ഹല്ലേലൂയ, നീ എന്നിൽ വന്ന് പിറക്കണമേ നാഥ. ഹല്ലേലൂയ. എന്റെ ബലഹീനതകളെ ഏറ്റെടുത്തുകൊണ്ട്, യേശുവേ, എന്റെ കുറവുകളെ ഏറ്റെടുത്തുകൊണ്ട് യേശുവേ, ഈശോയെ നീ എന്നിൽ വന്ന് പിറക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഈശോയുടെ പുൽക്കൂട്ടിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. പുൽക്കൂടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര പുറപ്പെടുന്ന ആട്ടിടയന്മാരെ പോലെ ക്രിസ്തുവിലെ അരികിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട്, ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് നമ്മളായിരിക്കുന്ന എല്ലാം ക്രിസ്തുവിലേക്ക് സമർപ്പിക്കുവാനായിട്ട്, ഇല്ലെങ്കിൽ രാജാക്കന്മാര് കിഴക്കുള്ള അവന്റെ നക്ഷത്രത്തെ കണ്ടുകൊണ്ട് ക്രിസ്തുവിലേക്ക് നടന്നെടുത്തതുപോലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മുഴുവനും ക്രിസ്തുവിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ക്രിസ്തുവിലേക്ക് സമർപ്പിക്കുവാനായി നമുക്കും ആ പുൽക്കൂട്ടിലേക്കൊന്ന് യാത്ര ചെയ്യാം. ഹല്ലേലൂയ. നമ്മളായിരിക്കുന്ന നമ്മുടെ സാഹചര്യങ്ങളെ മുഴുവനും പുൽക്കൂട്ടിൽ നമുക്കായി വന്നു പിറന്നിരിക്കുന്ന രക്ഷകൻ, ആ രക്ഷകൻ അവൻ എന്റെ രക്ഷകനാണ്, എന്റെ കർത്താവാണ് എന്ന് കണ്ടുകൊണ്ട് നമുക്ക് ആ ക്രിസ്തുവിനെ ആരാധിക്കുവാനായിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 2-ാം വാക്യത്തിൽ പ്രകാരം കാണുന്നു. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിന്റെ ദേശത്ത് വസിക്കുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. അതേ, നമ്മുടെ കർത്താവ് കൂരിരുളിന്റെ താഴ്വരയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാനായിട്ട്, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നമ്മളെ നയിക്കുവാനായിട്ട് ക്രിസ്തു ഇതാ നമുക്ക് വേണ്ടി വന്നു പിറന്നിരിക്കുന്നു. ആ ക്രിസ്തുവിനെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കാം. ആ ക്രിസ്തുവിലേക്ക് ആ ആട്ടിടയന്മാർ തങ്ങളെ തന്നെ സമർപ്പിച്ചതുപോലെ, അവരായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ക്രിസ്തുവിലേക്ക് ഓടിയെടുത്തതുപോലെ, ആ രാജാക്കന്മാർ തങ്ങളെ തന്നെ പരിപൂർണമായിട്ടും അവന്റെ കാൽക്കൽ സമർപ്പിച്ചതുപോലെ ഈ നിമിഷങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം. ഈശോയെ, എന്റെ കുടുംബത്തെ ഞാൻ സമർപ്പിക്കുകയാണ്. എന്റെ ജീവിത പങ്കാളിയെ ഞാൻ സമർപ്പിക്കുന്നു. എന്റെ കുഞ്ഞുമക്കളെ ഞാൻ സമർപ്പിക്കുന്നു. എന്റെ ജോലി മേഖലകളെ ഞാൻ സമർപ്പിക്കുകയാണ്. ഈശോയെ, എന്റെ സഹപ്രവർത്തകരെ ഞാൻ സമർപ്പിക്കുകയാണ്. കർത്താവേ, നാട്ടിലായിരിക്കുന്ന എന്റെ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും ഈ നിമിഷം നിന്റെ പുൽക്കൂട്ടിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവേ, നിന്നെ ആരാധിക്കുവാനായിട്ട് ഈശോയെ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, പുൽക്കൂട്ടിൽ നിന്നെ ആരാധിച്ച് പാടുന്ന മാലാഖമാരോട് ചേരുവാനായിട്ട്, നിന്നെ കണ്ട് സ്തുതിക്കുന്ന സ്വർഗീയ വൃന്ദങ്ങളോട് ചേർന്ന് ഈശോയെ ഞാൻ ഈ നിമിഷങ്ങളിൽ ആഗ്രഹിക്കുന്നു. കർത്താവേ, അവിടുന്ന് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. ഈശോയെ, ആയിരിക്കുന്ന അവസ്ഥകളിലേക്ക് കടന്നു വന്നുകൊണ്ട് കർത്താവേ, നീ എന്നെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, നിന്റെ പുൽക്കൂട്ടിലെ കർത്താവേ, നിന്നെ കണ്ടുകൊണ്ട് ആ ആട്ടിടയന്മാർ നിന്നെ സ്തുതിച്ചതുപോലെ, നിന്നെ ആരാധിച്ചതുപോലെ കർത്താവേ, നിന്റെ ആ കുഞ്ഞിളം കൈകളിൽ പിടിച്ചുകൊണ്ട്, നിന്റെ ആ കുഞ്ഞുകാലുകളിൽ പിടിച്ചുകൊണ്ട് ഈശോയെ നിന്നെ ആരാധിക്കുവാണ്ട് കർത്താവേ, ഈശോയെ അവിടുന്ന് കടന്നു വരണമേ. ഈശോയെ, ജീവിതത്തിലേക്ക് കടന്നു വരണമേ. ഈശോയെ, ഞാൻ ആരാധിക്കുകയാണ് കർത്താവേ. കൂട്ടിലേക്ക് കടന്നു ചെല്ലാം. നമുക്ക് ആ ഈശോയെ കുമ്പിട്ട് നമുക്കൊന്ന് ആരാധിക്കാം. ഹല്ലേലൂയ. മാലാഖമാരോട് ചേരാൻ നമുക്ക്, സ്വർഗീയ വൃന്ദങ്ങളോട് ചേരാൻ നമുക്ക് ഈശോയെ ആരാധിക്കാം. ഞങ്ങൾ ഒന്നു ചേർന്ന് സ്തുതിക്കുന്ന യേശുവേ, നന്ദി പറഞ്ഞു സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി, 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 നന്ദി. ആമേൻ. We praise you, Jesus.
പുൽക്കൂട്ടിൽ നമുക്ക് ഉണ്ണീശോയെ കുമ്പിട്ട് ആരാധിക്കാം. യേശുവേ നമ്മുടെ ഭവനങ്ങളും ഓരോ പുൽക്കൂടുകളായി മാറുവാനുള്ള ആഗ്രഹത്തോടു കൂടി ആമേൻ. നമുക്ക് അവിടുത്തെ പിതൃഭാഗത്തിൽ നമുക്കായിരിക്കാം. യേശുവേ വണങ്ങുന്നു ഞാൻ പ്രിയനേ. നിൻ മുഖമെൻ ഹൃദയത്തിനാനന്ദമേ. മാധുര്യമാ നിൻ മൊഴികൾ തണുപ്പിക്കും നിൻ ഹൃദയം. മാധുര്യമാ നിൻ മൊഴികൾ തണുപ്പിക്കും നിൻ ഹൃദയം. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. ഓ യേശുവേ നമ്മുടെ എല്ലാ ഉത്കണ്ഠകളെയും പുൽക്കൂട്ടിലേക്ക് സമർപ്പിക്കാം. മുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ഒരിക്കൽ കൂടി എല്ലാവരും ചേർന്ന് ആരാധ്യൻ യേശുപരാ യേശു മാത്രം. വണങ്ങുന്നു ഞാൻ പ്രിയനേ. ഓ യേശുവേ ഞങ്ങൾ അങ്ങേ വണങ്ങുന്നു. നിൻ മുഖമെൻ എന്റെ ഹൃദയത്തിന് ആനന്ദം, ഹൃദയത്തിനാനന്ദമേ. ഞങ്ങൾ ഒന്ന് ചേർന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഗ്ലോറി 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 ഗ്ലോറി. എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിന്റെ മുഖം കണ്ടുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. അഭിഷേകം ഒഴുകുന്ന സമയം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിന്റെ മുഖം മാത്രം കാണട്ടെ. എന്റെ ഹൃദയത്തിന് ആനന്ദമായി വരട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അഭിഷേകം ഒഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഗ്ലോറി 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 ഗ്ലോറി. ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മൾക്കായി പിറന്ന ക്രിസ്തുവിലേക്ക്, നമ്മുടെ രക്ഷകനായ യേശുവിലേക്ക് നമ്മുടെ എല്ലാ അവസ്ഥകളെയും സമർപ്പിച്ചുകൊണ്ട്, നമ്മുടേതായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും സമർപ്പിച്ചുകൊണ്ട്, അവന്റെ പുൽക്കൂട്ടിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ രക്ഷയ്ക്കായി വന്നു പിറന്ന ക്രിസ്തുവിലേക്ക്, ആ പുൽക്കൂട്ടിലേക്ക്, അവന്റെ തൃപ്പാദങ്ങളിലേക്ക് എല്ലാം വിട്ടുകൊടുത്ത് സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. മാലാഖമാരോട് ചേർന്ന് ക്രിസ്തുവിനെ സ്തുതിക്കാം. ഈശോയെ നമുക്കൊന്ന് ആരാധിക്കാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും സമർപ്പിച്ചുകൊണ്ട്, എല്ലാ അവസ്ഥകളെയും വിട്ടുകൊടുത്തുകൊണ്ട്, നമ്മുടെ കുഞ്ഞുമക്കളെ സമർപ്പിച്ചുകൊണ്ട്, ജീവിത പങ്കാളിയെ സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ ഈ ദേശത്തെ സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ ഇടവകയെ സമർപ്പിച്ചുകൊണ്ട്, കൂട്ടായ്മയെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒന്ന് ചേർന്ന് സ്തുതിക്കാം. നമുക്ക് ഹല്ലേലൂയ ഈശോയെ.
ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ 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 ഈശോയെ യേശുവേ യേശുവേ ഹല്ലേലൂയ യേശുവേ 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 ഈശോയെ ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ അങ്ങയെ സ്തുതിക്കുന്നു മാലാഖമാരോട് ചേർന്ന് സ്തുതിക്കുന്നു ആട്ടിടയരോട് ചേർന്ന് പൂജരാജാക്കന്മാരോട് ചേർന്ന് ഞങ്ങൾ ആരാധിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 6-7 വചനങ്ങൾ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. ഹല്ലേലൂയ. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്തിലും അവന്റെ ആധിപത്യം നിസീമമാണ്. ആമേൻ. ഹല്ലേലൂയ. അവന്റെ സമാധാനം അനന്തവും. ഹല്ലേലൂയ. നീതിയിലും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ച് പരിപാലിക്കാൻ സൈന്യങ്ങളുടെ കർത്താവിന്റെ തീഷ്ണത ഇത് നിറവേറ്റും. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്തിലും അവന്റെ ആധിപത്യം നിസീമമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതാ നമ്മുടെ കർത്താവ്, എല്ലാ ആധിപത്യങ്ങൾക്കും ഉപരിയായവൻ, എല്ലാ അധികാരങ്ങൾക്കും ഉപരിയായവൻ, എല്ലാറ്റിനും മേലായ നാമമാണ് നമ്മുടെ ക്രിസ്തു. ഇതാ ക്രിസ്തു നമ്മുടെ മധ്യയുണ്ട്. അവിടുന്നാണ് നമ്മുടെ രക്ഷകൻ. തലമുറകളുടെ വാഗ്ദാനമായിരുന്ന ക്രിസ്തു, ജനതകൾക്ക് വാഗ്ദാനമായിരുന്ന ക്രിസ്തു, ഇത് ലോകത്തിന്റെ രക്ഷകനായ ക്രിസ്തു. ആ ക്രിസ്തു നമ്മുടെ ഇടയിൽ വന്നു പിറന്നിരിക്കുന്നു. നമ്മുടെ മധ്യയുണ്ട് ക്രിസ്തു. ഇതാ ക്രിസ്തു നമ്മുടെ കുടുംബത്തിലുണ്ട്. ഇതാ ക്രിസ്തു നമ്മുടെ എന്റെ ഹൃദയത്തിലുണ്ട്. എന്റെ ഹൃദയത്തിലേക്ക്, എന്റെ ജീവിതത്തിലേക്ക് എന്റെ രക്ഷകനായ എന്റെ ഈശോ കടന്നു വന്നിരിക്കുന്നു. ആ ഈശോയുടെ സാന്നിധ്യത്തെ നമുക്കൊന്ന് തിരിച്ചറിയാം. ആ ഈശോയെ നമുക്കൊന്ന് ചേർത്ത് പിടിക്കാം. എന്റെ ജീവിതത്തിന്റെ ആയിരിക്കുന്ന അവസ്ഥകളെ ഏറ്റെടുത്തുകൊണ്ട് ക്രിസ്തു എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. എന്റെ ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എന്റെ ഈശോയെ, നിന്റെ കരം പിടിച്ച് മുന്നേറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീ എന്നെ ഏറ്റെടുക്കണമേ ഈശോയെ. ഞാനായിരിക്കുന്ന അവസ്ഥകളെ മുഴുവനും തിരുസന്നിധിയിലേക്ക് ഞാൻ സമർപ്പിക്കുക കർത്താവേ. എന്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന എല്ലാവിധമായ പ്രതിസന്ധികൾക്കും ഉത്തരം നീയാണ് എന്ന് ഞാൻ ഏറ്റുപറയുക കർത്താവേ. കർത്താവേ, എന്നെ അലട്ടുന്ന എന്റെ എല്ലാ പ്രതിസന്ധികളിലേക്ക്, എന്റെ രോഗത്തിന്റെ അവസ്ഥകളിലേക്ക്, എന്റെ ജോലി മേഖലയിലെ തകർച്ചകളിലേക്ക്, കർത്താവേ എന്റെ കുടുംബത്തിന്റെ അവസ്ഥകളിലേക്ക്, കർത്താവേ എന്റെ ജീവിത പങ്കാളിയിലേക്ക് ഈശോയെ എന്ന സാന്നിധ്യത്തെ കർത്താവേ ഞാൻ വിളിക്കുകയാണ്. നീ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ അധികാരങ്ങൾക്കും ഉപരിയായ നാമം നീയാണ് എന്ന് ഏറ്റുപറയുക. നിന്റെ അധികാരത്തിൽ കർത്താവേ നിന്നെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഈശോയെ, നീ എന്റെ ജീവിതത്തെ ഏറ്റെടുക്കണമേ ഈശോയെ. പൂർണ്ണമായിട്ടും ഞാൻ വിട്ടുതരികയാണ് കർത്താവേ. എന്റെ ജീവിതത്തെ വിട്ടുതരികയാണ് കർത്താവേ. എന്റെ കുടുംബത്തെ വിട്ടുതരികയാണ് ഈശോയെ. എല്ലാത്തിനും മേലായിട്ടുള്ള എല്ലാത്തിനും ഉപരിയായിരിക്കുന്നവൻ കർത്താവേ, ഞാൻ ഇതാ എന്നെ തന്നെ നിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. നിന്റെ മുമ്പിൽ കർത്താവേ മുട്ടുകൾ മടക്കിക്കൊണ്ട് ഈശോയെ ഞാൻ നിന്നെ ആരാധിക്കുകയാണ് കർത്താവേ. നിന്റെ നാമത്തിൽ കർത്താവേ നിന്നെ ഞാൻ ആരാധിക്കുന്നു. ഈ ലോകത്തിന് രക്ഷയ്ക്കായി നൽകിയ നാമമാണല്ലോ ദൈവം. കർത്താവേ ഏറ്റു പറഞ്ഞുകൊണ്ട് ഈശോയെ ഞാൻ അങ്ങേ ആരാധിക്കുക. ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോയെ ആരാധന. ഒന്ന് ചേർന്ന് സ്തുതിക്കുന്നു. നമ്മുടെ ക്രിസ്തു നമ്മുടെ മധ്യയുണ്ട്. ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോയെ ആരാധന. Glory 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 glory. Hallelujah 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 hallelujah. ഒരേയൊരു നാമം, എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമം,
അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമം, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമം, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമം, അധികാരമുള്ള നാമമേ. പതിനായിരങ്ങളിൽ സുന്ദരനേ, ഷാരോണിൻ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനേ, ഷാരോണിൻ റോജാവേ, അങ്ങേക്കു തുല്യനായ അങ്ങു മാത്രം, അങ്ങേക്കു തുല്യനായ അങ്ങു മാത്രം, അങ്ങേക്കു തുല്യനായ അങ്ങു മാത്രം. യേശുവേ, അങ്ങേക്കു തുല്യനായ അങ്ങു മാത്രം. യേശുവിന്റെ നാമം. അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും രാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു. ആമേൻ. ഹല്ലേലൂയ. യേശുവേ, എല്ലാ ബന്ധനങ്ങളെ വിട്ടുകൊടുത്തുകൊണ്ട് അഴിച്ച യേശുവിൻ നാമം, സർവവ്യാധിയും മാറ്റിയ നാമം, എൻ ഭയമെല്ലാം മാറ്റി യേശുവിൻ നാമം, എന്നെ ശക്തനായി മാറ്റുന്ന നാമം, എൻ കെട്ടുകളെ അഴിച്ച യേശുവിൻ നാമം, സർവവ്യാധിയും മാറ്റിയ നാമം, എൻ ഭയമെല്ലാം മാറ്റി യേശുവിൻ നാമം, എന്നെ ശക്തനായി മാറ്റുന്ന നാമം, അത്ഭുതമായ നാമം, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമം, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമം, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമം, അധികാരമുള്ള നാമമേ. ഒരിക്കൽ കൂടി പതിനായിരങ്ങളിൽ സുന്ദരനേ, ഷാരോണിൻ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനേ, ഷാരോണിൻ റോജാവേ, അങ്ങേക്കു തുല്യനായ അങ്ങു മാത്രം, അങ്ങേക്കു തുല്യനായ അങ്ങു മാത്രം. യേശുവേ, അങ്ങേക്കു തുല്യനായ സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. അങ്ങേക്കു തുല്യനായ തകർച്ചകളെ വിട്ടുകൊടുക്കാം. നമുക്ക് ജോലിയില്ലാത്ത അവസ്ഥകളെ സമർപ്പിക്കാം. നമുക്ക് ഹല്ലേലൂയ. ഈശോയെ, എന്റെ കുടുംബത്തിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിന്റെ യോഗ്യതയിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ വിടുതലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ നന്ദി. ഈശോയെ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. യേശുവേ, നന്ദി, 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 നന്ദി. യേശുവേ, യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി, യേശുവേ, തുല്യനായി അങ്ങു മാത്രം, അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം. ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് നടുവില് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ഏകനാമം യേശുനാമം. ആമേൻ. ഹല്ലേലൂയ. ആ യേശുവിലേക്ക്
നമുക്കുള്ളായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും വിഷയങ്ങളും വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാം. വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ പ്രത്യേകമായ മധ്യസ്ഥതയിലൂടെ നമുക്ക് ഈ നിമിഷങ്ങളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഔസേപ്പ് പിതാവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരുന്ന ഒരു വർഷത്തിന്റെ അവസാനത്തിൽ വന്നാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. പ്രത്യേകമായിട്ടും ഔസേപ്പ് പിതാവിന്റെ പ്രത്യേകമായ മധ്യസ്ഥം നമുക്ക് നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഇടവകയിലായിരിക്കുന്ന ഓരോ മക്കളെയും പ്രത്യേകമായിട്ടും ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് നിമിഷങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ജോലി മേഖലയിൽ അസ്വസ്ഥതയുള്ളവരുണ്ട് കർത്താവേ. ഈശോയെ വിസയുടെ പ്രശ്നങ്ങൾ മൂലം വേദനിക്കുന്നവരുണ്ട് കർത്താവേ. കർത്താവേ, വിസ ട്രാൻസ്ഫറിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒത്തിരി മക്കളുണ്ട് ഈശോയെ. ഒരു ജോലി മാറ്റം ആഗ്രഹിക്കുന്ന മക്കളുണ്ട് കർത്താവേ. ഈശോയെ, മാസങ്ങളായിട്ട് സാലറി കൃത്യമായിട്ട് കിട്ടാത്ത ഒത്തിരി മക്കളുണ്ട് ഈശോയെ. അവരുടെ എല്ലാം അവസ്ഥകളിലേക്ക് കർത്താവേ അങ്ങയുടെ സാന്നിധ്യം ഈശോയെ, അങ്ങയുടെ നാമത്തിന്റെ ശക്തി വന്ന് പ്രകടക്കട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അത്ഭുതകരമായ ശക്തി ഈശോയെ, കർത്താവെ, ജോലി മേഖലയിൽ തടസ്സങ്ങൾ അനുഭവിക്കുന്നവർക്ക് കർത്താവെ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങളിലേക്ക്, ആവശ്യങ്ങളിലേക്ക് കർത്താവെ ഞങ്ങൾ ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയെ ഒരു നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് അറിയാവുന്ന ഓരോ മക്കളെയും ചേർത്ത് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഇടവകയിൽ കർത്താവെ ജോലി സംബന്ധമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം കർത്താവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. യേശുവേ, യേശുവേ നന്ദി പറഞ്ഞു സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥന കേൾക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. യേശുവേ നന്ദി, നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ, എന്റെ യേശുവെന്നെ കൈവിടില്ല, എന്റെ യേശുവെന്നെ കൈവിടില്ല. മഹാമാരി വന്നാലും മാറാരോഗം വന്നാലും, മഹാമാരി വന്നാലും മാറാരോഗം വന്നാലും എന്റെ യേശുവെന്നെ കൈവിടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ വീശിക്കൊണ്ട് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഞങ്ങളൊന്ന് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. യേശുവേ നന്ദി പറഞ്ഞു സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ഈശോയെ ഞങ്ങളുടെ കുഞ്ഞു മക്കളെ കർത്താവെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഈശോയെ മക്കളെ കുറിച്ചുള്ള ഉത്കണ്ഠകളുടെ കർത്താവെ ഞങ്ങൾ പലപ്പോഴും ഈശോയെ തകർന്നു പോകുന്നു. ഈശോയെ സ്വഭാവ വൈകല്യങ്ങൾ കാണിക്കുന്ന കുഞ്ഞുമക്കളുണ്ട് കർത്താവെ. കർത്താവെ രോഗികളായിരിക്കുന്ന മക്കളുണ്ട് കർത്താവെ. പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്ന മക്കളുണ്ട് കർത്താവെ. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുമക്കളുണ്ട് ഈശോയെ. അവരെല്ലാം ഈശോയെ നിമിഷങ്ങളിൽ നിന്റെ കരങ്ങളിലേക്ക് തരിക കർത്താവെ. പുൽക്കൂട്ടിലെ ശാന്തത കർത്താവെ ഞങ്ങളുടെ മക്കളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുവാനായിട്ട് കർത്താവെ, യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 54:13 പറയുന്നത് പോലെ കർത്താവ് നിന്റെ മക്കളെ പഠിപ്പിക്കും, അവർ ശ്രേയസാർജിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നീ ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മാതാപിതാക്കളായ മക്കൾ ഞങ്ങൾക്ക് കർത്താവെ അവരെ പഠിപ്പിക്കുവാനുള്ള പരിമിതികളുണ്ട് കർത്താവെ. അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാനുള്ള പരിമിതികളുണ്ട് കർത്താവെ. നീ ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശയ്യാ 54:13 വചനത്തിന്റെ അഭിഷേകം ഞങ്ങളുടെ മക്കളിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ച് കർത്താവെ ഞങ്ങൾ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. ഈശോയെ അവരെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ രോഗികളായിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ കർത്താവെ ഓട്ടിസം മൂലം വേദനിക്കുന്ന കുഞ്ഞു മക്കളുണ്ട് കർത്താവെ. അതുപോലെ കഷ്ടപ്പെടുന്ന കുടുംബങ്ങളുണ്ട് ഈശോയെ. അവരെല്ലാം ഈശോയെ സമർപ്പിക്കുന്നു കർത്താവെ. ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ആശ്വാസമായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഐസിയുവിൽ വെന്റിലേറ്ററിലായിരിക്കുന്ന കുഞ്ഞിനെ പ്രത്യേകമായി കർത്താവെ പ്രാർത്ഥിക്കുന്നു. ഈശോയെ കർത്താവെ കുഞ്ഞിന് സൗഖ്യം നൽകുവാനായിട്ട് ആ കുഞ്ഞിന്റെ അരികിലേക്ക് കർത്താവെ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഏറ്റെടുക്കണമേ കർത്താവെ. ഹല്ലേലൂയ. ഈശോയെ ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ സമർപ്പിക്കുന്നു കർത്താവെ. ഓപ്പറേഷനിൽ കഴിഞ്ഞു കിടക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കിഡ്നി രോഗികളായിരിക്കുന്നവരെ സമർപ്പിച്ച് കർത്താവെ പ്രാർത്ഥിക്കുന്നു. ഈശോയെ താളം തെറ്റിയ കിഡ്നിയുടെ പ്രവർത്തനങ്ങളുള്ളവരെ സമർപ്പിച്ച് കർത്താവെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ക്യാൻസർ രോഗികളെ സമർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഇടവകയിലേക്ക് കർത്താവെ ഇപ്പോൾ കർത്താവെ ക്യാൻസർ രോഗത്തിലൂടെ കടന്നു പോകുന്ന ഒത്തിരി മക്കളുണ്ട് ഈശോയെ.
കർത്താവേ വേദനയെ സമർപ്പിക്കുന്നു ഈശോയെ. യേശുവേ. അവരുടെ എല്ലാ നാടുകളെ സമർപ്പിക്കുന്നു കർത്താവേ. കണ്ണുനീർ അവരായിരിക്കുന്ന അവസ്ഥകളിലേക്ക് കർത്താവേ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. കർത്താവേ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ ഈശോയെ. കർത്താവേ കരുണയായിരിക്കണമേ എന്ന് കരുണയാകണമേ കർത്താവേ. വലിയ കരുണ കർത്താവേ കരുണയാകണമേ എല്ലാ രോഗികളിലേക്ക് കർത്താവേ. കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ കരുണ എല്ലാവരെയും ചേർത്ത് സമർപ്പിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങൾ നിമിഷങ്ങളിൽ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒന്ന് ചേർന്ന് അങ്ങേ പാടി സ്തുതിക്കുന്നു ഈശോയെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കരുണയായിരിക്കണമേ കർത്താവേ. കരുണാമയ കനിയേണമേ ദൈവപിതാവേ കനിയേണമേ കരുണയായിരിക്കേണമേ. കൃഷ്ണതയോടെ പ്രാർത്ഥിക്കാം. കരുണയായിരിക്കേണമേ. സൗഖ്യദായകമായ കരം എല്ലാ രോഗികളുടെ മേൽ ഉയരുവാനായിട്ട് കരുണാമയ കനിയേണമേ ദൈവപിതാവേ കനിയേണമേ കരുണയായിരിക്കേണമേ. ഞങ്ങളിൽ കരുണയായിരിക്കേണമേ. സൗഖ്യദായകമായ കരം ഈശോയെ ഇവിടെ എല്ലാ രോഗികളുടെ മേൽ കരുണതോന്നണമേ കർത്താവേ. അവിടുന്ന് പറയണമേ കരുണതോ എനിക്ക് മനസ്സുണ്ട് നീ ശുദ്ധിയുള്ളവനാവുക എന്ന് കർത്താവേ. കണ്ണുനീർ കാണണമേ ഈ നിമിഷങ്ങളിൽ എല്ലാ രോഗികളിലും കരയുന്ന മക്കളെ കാണുന്ന ശക്തിയോട് പറഞ്ഞുകൊണ്ട് കർത്താവേ ഞങ്ങളെ തൊട്ട് സൗഖ്യപ്പെടുത്തുന്നതിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവേ. കരുണാമയ കനിയേണമേ ദൈവപിതാവേ കനിയേണമേ കരുണയായിരിക്കേണമേ. ഞങ്ങളിൽ നമ്മുടെ സഭയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നമ്മുടെ ഇടവകയെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ദേശത്തെയും ഇവിടെയായിരിക്കും നമ്മുടെ സഭയുടെ എല്ലാ അധികാരികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൽ ഒത്തിരി നന്ദിയോടുകൂടി കർത്താവ് നമുക്കായിട്ട് നൽകിയ ബഹരൻ കത്തീഡ്രലിനെ ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞ് സ്തുതിക്കാം. നമ്മുടെ ഒത്തിരി നാളുകളുടെ പ്രാർത്ഥനയുടെയും നമ്മുടെ ഒത്തിരി നാളത്തെ നമ്മുടെ പ്രവർത്തനത്തിന്റെയും ഫലമായിട്ട് കർത്താവേ ഈ ഒരു ദേവാലയം ഞങ്ങൾക്കായിട്ട് കർത്താവ് ഈ ഒരു കത്തീഡ്രൽ ഞങ്ങൾക്കായിട്ട് ഉയർത്തി തന്നതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് ആ ദേവാലയത്തിന് മുന്നിട്ടിറങ്ങിയ സ്വർഗത്തിലിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കമില്ലോ ബാലൻ പിതാവിന്റെ ആത്മാവിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈശോയോടൊപ്പം ഞങ്ങൾ ഇവിടെ ആയിരിക്കും ഞങ്ങളുടെ വൈദികരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ ഞങ്ങളുടെ എല്ലാ വൈദികരിലേക്കും കർത്താവെ അങ്ങയുടെ ശക്തിയും അഭിഷേകം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ കർത്താവെ സഭയിലേക്ക് കർത്താവെ അങ്ങയുടെ ഐക്യം കർത്താവെ കൊടുത്ത് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വ്യത്യസ്തമായ പ്രശ്നങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും കടന്നു പോകുന്ന സഭാവിഭാഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഒരു ഇടയനും ഒരു ആട്ടും പട്ടവുമായി മാറുവാനായിട്ട് കർത്താവെ എല്ലാവിധമായ അനൈക്യത്തിന് മേഖലയിലേക്കും കർത്താവെ അങ്ങയുടെ ശക്തമായ ഐക്യം കടന്നു വരുന്നതിന് വേണ്ടി അങ്ങയുടെ പരിശുദ്ധാത്മാവെല്ലാം ഐക്യപ്പെടുത്തുവാനായിട്ട് ഏകീകരിക്കുവാനായിട്ട് കർത്താവെ ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവെ സഭയെ സമർപ്പിച്ച് കർത്താവെ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. വലിയ അഭിഷേകം ഒഴുകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒഴുകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവേ നിറയണമേ. ആത്മാവിൻ ശക്തി അത്യുന്നത ശക്തി പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി അത്യുന്നത ശക്തി പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. എന്നിൽ നിറയട്ടെ. സഭയിൽ നിറയട്ടെ. ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ. സഭയിൽ നിറയട്ടെ. ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ആത്മാവിൻ ശക്തി അത്യുന്നത ശക്തി
പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. അവന്റെ കരത്തിനടിയിൽ അഗ്നിജ്വാല പോലെ ഒരു ദാഹക ശക്തി ജ്വലിക്കും. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവന്റെ പരിശുദ്ധന് ഒരു ജ്വാലയായും മാറും. അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവന്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഗ്നിയായ പരിശുദ്ധാത്മാവിനായിട്ട് അഗ്നിജ്വാലകൾ പോലുള്ള പരിശുദ്ധാത്മാവിനെ പോലെ അഭിഷേക കാറ്റായി വീശണമേ. ആദിമസഭയിൽ നിറഞ്ഞ പോലെ അഭിഷേക കാറ്റായി വീശണമേ. പാപശക്തിയെ തകർത്തിടാൻ, ലോകശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. പാപശക്തിയെ തകർത്തിടാൻ, ലോകശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ദേശം മുഴുവൻ കത്തിപ്പടരട്ടെ. തിരുസഭ മുഴുവൻ കത്തിപ്പടരട്ടെ. ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ദേശം മുഴുവൻ കത്തിപ്പടരട്ടെ. ദേശം മുഴുവൻ കത്തിപ്പടരട്ടെ. ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ഹല്ലേലൂയ. യേശുവേ, കരങ്ങളുയർത്തി സ്തുതിക്കുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഗ്ലോറി, 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 ഗ്ലോറി. പരിശുദ്ധാത്മാവേ, റൂഹായേ, റൂഹായേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന പരിശുദ്ധാത്മാവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേശം മുഴുവൻ കത്തിപ്പടരട്ടെ. ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. തിരുസഭ മുഴുവൻ കത്തിപ്പടരട്ടെ. ദേശം മുഴുവൻ കത്തിപ്പടരട്ടെ. പരിശുദ്ധാത്മാവിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ മുഴുവൻ സമർപ്പിക്കാം. ഇന്നുവരെയും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത പല മേഖലകളുണ്ട്. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നിന്നുകൊണ്ട് നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഇത് എങ്ങനെ സംഭവിക്കും, ഇതിനെന്താണൊരു സൊല്യൂഷൻ? ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 34-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരമാണ് കാണുന്നത്. പരിശുദ്ധ അമ്മയോട് ഗബ്രിയേൽ മാലാഖ പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ഹല്ലേലൂയ, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ച ഉത്തരം അതായിരുന്നു. ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗം കൊടുത്ത ഉത്തരം ഇതായിരുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്നിൽ ആവസിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് ഈ നിമിഷങ്ങളിൽ പരിപൂർണ്ണ നിശബ്ദതയിലേക്ക് ഇന്ന് കടന്നു വരാം. നമ്മുടെ ജീവിതത്തിൽ ഇന്നുവരെയും നമ്മൾ പ്രാർത്ഥിച്ചിട്ടുള്ള ഓരോ ആവശ്യങ്ങൾ, നമ്മുടെ ഓരോ നിയോഗങ്ങൾ, ഇതെല്ലാം പരിശുദ്ധാത്മാവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയേണ്ട എല്ലാ മേഖലകളെയും ഈ നിമിഷങ്ങൾ പരിപൂർണ്ണ നിശബ്ദതയിൽ നമുക്ക് പരിശുദ്ധാത്മാവിലേക്ക് ഒന്ന് സമർപ്പിക്കാം. പരിപൂർണ്ണ നിശബ്ദതയിൽ വിട്ടുകൊടുക്കാം. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ ഒന്ന് വിളിക്കാം. നമുക്ക് കരങ്ങളെയൊക്കെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ ഒന്ന് തിരിച്ചറിയാം. നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാനായിട്ട് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. ആ പരിശുദ്ധാത്മാവിലേക്ക് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളെയും സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ, എൻ്റെ ഈ സാഹചര്യത്തിലേക്ക്, എൻ്റെ ഈ അവസ്ഥയിലേക്ക് നീ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുക. യേശുനാമത്തിന്റെ മഹനീയ ശക്തിയിൽ ഇന്നുവരെയും സാധിക്കാത്തത് സാധിച്ചു തരുവാനായിട്ട്
സഹായകനായ പരിശുദ്ധാത്മാവെ, നിന്നിലൂടെ ഇത് സാധ്യമാണ് എന്ന് ഞാൻ ഏറ്റുപറഞ്ഞ് വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഈ പ്രതികൂല സാഹചര്യത്തിൽ നിന്ന് കരകയറുവാനായിട്ട് നീ എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിലേക്ക് എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം പരിപൂർണ്ണ നിശബ്ദതയിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന ഉത്തരങ്ങൾക്ക് വേണ്ടി നമുക്കൊന്ന് ചെവി കൊടുക്കാം. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട് ഈ നിമിഷങ്ങളിൽ. ആ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മുടെ ചെവി ഒന്ന് ചായച്ചു കൊടുക്കാം. നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളോട് സംസാരിക്കുന്ന പരിശുദ്ധാത്മാവിനോട് ഈ നിമിഷം നമുക്ക് നന്ദി പറയാം. ചെറു സ്വരത്തിൽ ആ പരിശുദ്ധാത്മാവിനെ നമുക്കൊന്ന് സ്തുതിച്ചുകൊണ്ടിരിക്കാം. ആ സാന്നിധ്യത്തെ നമുക്കൊന്ന് അറിയാം. നമ്മളെ ചേർത്ത് പിടിക്കുന്ന പരിശുദ്ധാത്മാവ്, നമ്മുടെ ഹൃദയത്തിന്റെ വേദനകളെ ഏറ്റെടുക്കുന്ന പരിശുദ്ധാത്മാവ്, രോഗാവസ്ഥയിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മളെ തൊട്ടു തലോടി ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്, എന്റെ അസാധ്യതകളെ സാധ്യമാക്കി തരുന്ന പരിശുദ്ധാത്മാവ്, എല്ലാ സാധ്യതകളെയും അവിടുത്തെ കരത്തിലേക്ക് ചേർത്ത് വെച്ചു കൊടുത്തുകൊണ്ട് ഇതാ ഈശോയെ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പരിപൂർണമായിട്ടും എല്ലാം സമർപ്പിച്ചുകൊണ്ട് ത്രിയേക ദൈവത്തിലേക്ക് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ആശ്രയവും വിട്ടുകൊടുത്തുകൊണ്ട് എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്കൊന്ന് കരങ്ങൾ ഉയർത്തി നമ്മുടെ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ആരാധന ദൈവമേ, സ്വരമുയരട്ടെ. ഹല്ലേലൂയ, ഈശോയേ, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ, ആരാധന ആരാധന ആരാധന. ഈശോയേ നന്ദി, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയേ നന്ദി, ഹല്ലേലൂയ, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഈശോയേ നന്ദി ദൈവമേ, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഈശോയേ നന്ദി, ആരാധന. അഭിഷേകം കൊണ്ട് നിറയ്ക്കുന്നതിനോ നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 എന്റെ പ്രാർത്ഥനകൾക്ക് നൽകുന്ന ഉത്തരത്തെയോർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ആരാധന 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 ദൈവമേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹന്മാരിൽ നിറഞ്ഞ പോലെ അഭിഷേക കാറ്റായി വീശണമേ. സ്നേഹന്മാരിൽ നിറഞ്ഞ പോലെ അഭിഷേക കാറ്റായി വീശണമേ. ശാപശക്തിയെ തകർത്തിടാൻ, ലോകശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ശാപശക്തിയെ തകർത്തിടാൻ, ലോകശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ കടന്നു വരണമേ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ദേശം മുഴുവൻ കത്തിപ്പടരട്ടെ, തിരുസഭ മുഴുവൻ കത്തിപ്പടരട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. നമ്മളോടൊപ്പമായിരുന്ന സ്വർഗത്തിന്റെ സാന്നിധ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മളോട് കൂടെയായിരുന്നവിടെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകിയ ദൈവ സാന്നിധ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് പ്രത്യേകമായി നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമുക്ക് കൂട്ടായ്മയെയും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമ്മളോട് പ്രാർത്ഥന അപേക്ഷിച്ചിട്ടുള്ള എല്ലാവരുടെയും ആവശ്യങ്ങളെയും ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലേക്ക് ചേർത്ത് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.
പ്രിയപ്പെട്ടവര്, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു മണിക്കൂറിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ പ്രാർത്ഥന ലീഡ് ചെയ്തത് ടോമി ആണ്. ടോമി നേഴ്സസ് മിനിസ്ട്രിയുടെ അബാസിയുടെ കോർഡിനേറ്ററാണ്. അതുപോലെ നമ്മൾക്ക് പാടാനായിട്ട് സഹായിച്ച ടോജുവും മിനി സിസ്റ്ററും അവരെല്ലാം പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. നമുക്ക് ഈ നാളുകളിൽ കൂടുതൽ പ്രാർത്ഥിച്ച് ഉണ്ണീശോയെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.